ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണർക്ക് ചതുർദശി കഴിഞ്ഞാൽ 15 ദിവസം മഹാലയപക്ഷം അല്ലെങ്കിൽ പിതൃപക്ഷം എന്നറിയപ്പെടുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് സന്തോഷിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണമോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അവർക്ക് ആവശ്യമായ കളി സാധനങ്ങളോ ചോക്ലേറ്റ്സോ മിഠായികളോ സ്വീറ്റ്സോ അല്ലെങ്കിൽ പിന്നെ പെൻസിൽ ബുക്ക് പേന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഇത് കൊടുക്കുന്നത്. കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്നത് മൂലം ഞങ്ങൾക്ക് പിതൃക്കളുടെ ഒരു അനുഗ്രഹം കിട്ടും എന്നുള്ളതാണിത്. പിതൃപക്ഷം എന്ന് പറയും. ഈ പിതൃപക്ഷത്തിൽ ഇങ്ങനെ കുട്ടികളെ സന്തോഷിപ്പിക്കുകയും പിന്നെ പിതൃക്കളുടെ പേരിൽ ഓരോ ബ്രാഹ്മണങ്ങൾ നടത്തുകയും ചെയ്തു വരിക പതിവാണ്. അമ്പലങ്ങളിലാണ് ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്നത്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കോട്ടയത്തുള്ള GSB ടെമ്പിളാണ്. തിരുമല ക്ഷേത്രമാണ് കോട്ടയത്തുള്ളത്. അടിപൊളിയായിട്ടാണ് നടത്തി വരുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും ഓരോ പ്രാവശ്യം സ്പോൺസർ ചെയ്യും. അല്ലെങ്കിൽ 10-15 പേര് കൂടെ ഒരുമിച്ച് നടത്തും. അങ്ങനെ ഞങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് അമ്പലത്തിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബാലഭോജനം എന്ന് പറയുന്നതിന് ബാലഭോജനം നടത്താം ഞങ്ങൾക്ക്. പിന്നെ ഗിഫ്റ്റൊക്കെയാണ് ഈ കവറിലിട്ടിട്ട് കുട്ടികളിരിക്കുന്നത്. അങ്ങനെ അഥവാ ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെന്ന് മനസ്സുണ്ടെങ്കിൽ ഗിഫ്റ്റ് പാക്കായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാം. ചെറിയ ചെറിയ പാക്സായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാം. ആ ഗിഫ്റ്റിൽ ഞങ്ങൾക്ക് പെൻസിൽ, സ്കൂളിലെ ബുക്സുകൾ, ബോക്സുകൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. സ്വീറ്റ് ബോക്സ് ഇൻക്ലൂഡ് ചെയ്യാം. കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കുട്ടികളെ സന്തോഷിപ്പിക്കാനുള്ള ഈ 15 ദിവസങ്ങളാണ്. പിന്നെ കുട്ടികളില്ലാത്തവരും കുട്ടികൾ എന്തെങ്കിലും വശാൽ മരണപ്പെട്ടു പോയവരും എല്ലാം ഇങ്ങനെ നടത്തി വരിക എന്നുള്ളത് ഒരു ആചാരമാണ്. പിന്നെ ഉപനയനം കഴിഞ്ഞ ആണുങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നും പറയും. ഋതുമതികളായി കഴിഞ്ഞ പെൺകുട്ടികളും പിന്നെ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയും. അടിപൊളി ഒരു സംഭവമാണ്. ഇത് ഈ 15 ദിവസം തന്നെ കുട്ടികളുടെ സംഭവമാണ്. ചില പെൺകുട്ടികൾക്ക് വളകൾ, പൊട്ട്, ക്ലിപ്പ് അങ്ങനെയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ചിലവർ ചെറിയ ചെറിയ കാറുകൾ, കളിക്കാനുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. മെയിനായിട്ട് പിള്ളേരെ സന്തോഷിപ്പിക്കുക, കുട്ടികളുടെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണിത് ചെയ്യുന്നത്. ഞങ്ങളും ചെയ്തു വരാറുണ്ടായിരുന്നു. ഞങ്ങൾ ആലുവയിലുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പണ്ട് ചെയ്തു വരുമായിരുന്നു. രാധാകൃഷ്ണ മന്ദിർ ആലുവ. അങ്ങനെ ചെയ്തു വരുന്നത്. പിന്നെ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് മോനായത്. അപ്പോൾ മോനെ ഉപനയനം കഴിയുന്നതുവരെയും ഞങ്ങൾ ആലുവയിലുള്ള ഈ അമ്പലത്തിൽ പോയിട്ട് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ 10 രൂപ അല്ലെങ്കിൽ 5 സ്റ്റാർ പെൻസിൽ, ബുക്ക് അങ്ങനെയൊക്കെ ഒരു കവറിലാക്കിയിട്ട് കൊടുക്കുകയാണ് പോന്നിരുന്നത്. അപ്പോൾ അമ്പലത്തിലെ ആൾക്കാർ തന്നെ ഡൊണേഷനും മേടിക്കും. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ ബാലഭോജനം നടത്തണം, ഈ പിതൃപക്ഷത്തിലെ ബാലഭോജനം നടത്തണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എമൗണ്ട് അവർ മേടിക്കും. 1000 റുപ്പീസോ അങ്ങനെ കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് എമൗണ്ടൊക്കെ മേടിച്ചിട്ട് അതിനനുസരിച്ച് അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യും. മെയിനായിട്ട് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനാണ് ട്രൈ ചെയ്യുക. പിന്നെ ഇതിന് കൊങ്കണിയിൽ ഞങ്ങൾ ദൂത് പോ എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൽ മെയിൻ ഒരു സംഭവമാണ് തിളപ്പിച്ച പാല്, നല്ല കാർഡമൊക്കെ ഇട്ട പാല്, ഏലക്ക ഇട്ട പാല് കൊടുക്കുക എന്നുള്ളത് ഇതിലെ ഒരു ഇതാണ്. ഏലക്കയുടെ പാല് മാത്രമല്ല, പിന്നെ ഞങ്ങൾക്ക് അവൽ നനച്ചതില്ലേ, ശർക്കരയൊക്കെ ഇട്ടിട്ട് ശർക്കരപ്പാവിൽ നനച്ച അവൽ, അതും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇതിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങൾ ദൂത് ഭോ എന്നും കൊങ്കണിയിൽ പറയാറുണ്ട്. ബാലഭോജനം എന്നല്ല വിളിക്കാറ്, ദൂത് ഭോ എന്ന് വിളിക്കും. അങ്ങനെ ഒരു അടിപൊളി സംഭവമാണിത്. പിതൃപക്ഷം അല്ലെങ്കിൽ മഹാലയ പക്ഷത്തിലാണിത് നടത്തി വരുന്നത്. GSB എല്ലാ ടെമ്പിൾസിലും നടത്തി വരുന്നുണ്ട്. എറണാകുളം, തിരുമല ക്ഷേത്രം എല്ലാ അമ്പലങ്ങളിലും ഇത് നടത്തി വരുന്നതാണ്.